ഒപ്പം ഈ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ വിവരത്തെ സംബന്ധിച്ചുള്ള സൂചനയിൽ എന്തെങ്കിലും വ്യക്തതകൾ ഇപ്പോൾ വരുന്നുണ്ടോ? അജിൻഷാദ്, യാത്രക്കാരിൽ ഇപ്പോൾ 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് എന്നുള്ള വിവരം ലഭ്യമാക്കുകയാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. 625 അടി ഉയരത്തിൽ വിമാനം പറന്നുയരുന്ന ശേഷമാണ് താഴേക്ക് നിലം പതിച്ചത്. പിന്നീട് വലിയ തീക്കോളം ഈ മേഖലയിൽ ഉണ്ടാകുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. എന്നാലും 30ഓളം വരുന്ന ജനങ്ങളുടെ ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഒരു പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താൽ വലിയ ഒരു മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി ആളുകൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. കാരണം ഈ വിമാനം തകർന്നു വീണതിന് പിന്നാലെ വലിയ അപകടമുണ്ടായിരിക്കുന്നു. സമീപ പ്രദേശത്ത് തീപിടുത്തമുണ്ടായിരിക്കുന്നു. വാഹനങ്ങൾ കത്തിനശിച്ചിരിക്കുന്നു. അത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് അപകടവും അതോടൊപ്പം മരണസംഖ്യയും ഉയർന്നേക്കാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 30 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വരികയാണ്. അതായത് 53 ബ്രിട്ടീഷ് പൗരന്മാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി നേരത്തെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. ഇപ്പോൾ അതും സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ജീവ അപായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ വിമാനത്തിൽ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും പ്രായമായവരും അടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന ഒരു ആശങ്കയിലാണ് ഈ മേഖലയിൽ അടക്കമുള്ള ആളുകൾ. പ്രധാനമായും ഈ മേഘാനി എന്ന് പറയുന്ന ജനവാസ മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ മാത്രമല്ല, ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും നിരവധി ആളുകളെ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്കും അതോടൊപ്പം ഈ സമീപത്തുള്ള മറ്റു ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ്. തുടർ ചികിത്സയുടെ ഭാഗമായി അവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ അപകടം ഉണ്ടായിട്ടുള്ള അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് സേനാ വിഭാഗത്തെയും അതോടൊപ്പം ഈ വിമാനത്താവള അധികൃതരെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ NDRFന്റെ 90-അംഗ സംഘം ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വരും മിനിറ്റുകൾക്കകം തന്നെ ഈ മേഖലയിൽ അവരെത്തുകയും പിന്നീട് കൃത്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇതിനോടകം തന്നെ 20ഓളം വരുന്ന ഫയർ എഞ്ചിനുകൾ തീയണക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്തിൽ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. ഈ വിമാനത്തിൽ നിന്നും നിരവധി ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ അപകടം തന്നെ രാജ്യത്തെ തന്നെ നടുക്കുന്ന ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ മംഗലാപുരത്ത് ഉണ്ടായിട്ടുള്ള അപകടത്തിന് ശേഷം രാജ്യത്തെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തമായി തന്നെ കണക്കാക്കാവുന്നതാണ് അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം 242 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. അജിൻഷാദ്.